ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ റാംസേ മോഡൽ ഓഫ് ഗ്രോത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഉൾപ്പെടുത്തിയത്. ഇതിൽ അതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ഒരു ഡയഗ്രമാണ് വരുന്നത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ആരോ മാർക്സ് ഒക്കെ ഉണ്ട്. ആ ആരോ മാർക്സിൻ്റെ ഡയറക്ഷൻസ് മനസ്സിലാക്കുന്നതിന് ഒരു 5-6 സബ് ഡയഗ്രാംസ് കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റാംസേ മോഡൽ ഓഫ് ഗ്രോത്ത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫേസ് ഡയഗ്രത്തിലൂടെയാണ് റാംസേ മോഡൽ ഓഫ് ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് സാഡിൽ പാത്ത് എന്ന ഒരു നീല ലൈൻ കാണാൻ സാധിക്കും. ആ നീല ലൈനിന് ആ ഇൻ്റർസെക്ഷന് മുകളിൽ നിന്ന് താഴോട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർസെക്ഷന് താഴെ നിന്ന് മുകളിലോട്ട് അതിൻ്റെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സാഡിൽ പാത്ത് എന്ന് പറയുന്നത്, സാഡിൽ പാത്തിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. അതായത് ഓരോ പോയിന്റിലും ഓരോ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻ്റർ ടെമ്പറൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഓരോ ഹൗസ് ഹോൾഡിൻ്റെയും ആവശ്യങ്ങൾ പലതരമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ എല്ലാവരുടെയും ഓപ്റ്റിമൈസേഷൻ, അവരുടെ യൂട്ടിലിറ്റി ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സാഡിൽ പാത്ത് വരച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രോബ്ലം എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഡിൽ പാത്ത് എന്ന് വെച്ചാൽ all the points that are consistent with the household intertemporal optimization problem. ഞാൻ പറഞ്ഞില്ല, അതായത് ഹൗസ് ഹോൾഡിൻ്റെ ഇൻ്റർ ടെമ്പറൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എല്ലാം കൺസിസ്റ്റൻസ് ആണ്. ഈ ഓരോ പോയിന്റിലും അതെല്ലാം ഒരേ പ്രോബ്ലമാണ് അവർക്കുള്ളത് എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. ഇപ്പം ഇറ്റ് കൺവെർജസ് ടുവേഡ്സ് ഇക്വിലിബ്രിയം. ആ മുകളിൽ നിന്ന് അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും, ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാലും, ഇക്വിലിബ്രിയത്തിന് താഴെയാണെന്നുണ്ടെങ്കിലും അത് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. കൺവെർജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരിക. ആ ഇക്വിലിബ്രിയത്തിന് മുകളിലായാലും താഴെയായാലും ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണിത്. ഇനി ആ ഫേസ് ഡയഗ്രത്തിൽ വൈ ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ കൊടുത്തിരുന്നല്ലോ, അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് എക്സ് ആക്സിൽ വൈ ആക്സിൽ എന്താണെന്ന് നോക്കാം. എക്സ് ആക്സിൽ കെ ആണ്, അതായത് ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. വൈ ആക്സിൽ സി കൺസംഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ വൈ ആക്സിന് പാരലായിട്ട് കൊടുത്തിരിക്കുന്ന ലൈൻ കണ്ടോ, ആ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി ഈസ് ഈക്വൽ ടു 0 ആണ്. അത് കൺസംഷൻ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി സി ഗ്രേറ്റർ ദാൻ 0 ലെഫ്റ്റ് സൈഡിലും സി ലെസ് ദാൻ 0 റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് കാണാം. അതിൽ സി ലെസ് ദാൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ഓഫ് കൺസംഷൻ ഇൻക്രീസസ് ആണ് എന്ന് ഓർക്കുക. ഓക്കെ, ലെസ് ദാൻ ഈ ഇടതുവശത്ത് വരുമ്പോഴത്തേക്ക് ഗ്രോത്ത് റേറ്റ് ഓഫ് കൺസംഷൻ കൂടുകയാണ്. വലത് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഓഫ് കൺസംഷൻ കുറയുകയാണ്. സി ലെസ് ദാൻ 0, അതായത് ഈ ലൈനിൽ സി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹിയർ ക്യാപിറ്റൽ ഈസ് കോൺസ്റ്റൻ്റ് അറ്റ് കെ സ്റ്റാർ. ആ കെ സ്റ്റാർ എന്ന് കാണുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റായി നിൽക്കുകയാണ്. ഫേസ് ഡയഗ്രത്തിൽ ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് ഞാൻ ഫേസ് ഡയഗ്രം ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലും എക്സ് ആക്സിൽ ക്യാപിറ്റലും വൈ ആക്സിൽ കൺസംഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആ കർവ്ഡ് ആയിട്ടുള്ള ഡയഗ്രാം അതിൽ കെ ഈസ് ഈക്വൽ ടു 0 ആണ്, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 0 ആണ്. അവിടെയെന്ന് വെച്ചാൽ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 0 വരും. പിന്നെ അതിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം, മുകളിൽ കെ ലെസ് ദാൻ 0 കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. കെ ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് ആണ്. എന്നാൽ അതിന് താഴേക്ക് ആ ഡയഗ്രത്തിനുള്ളിലായിട്ട് കെ ഗ്രേറ്റർ ദാൻ 0 കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് ആണ് എന്നാണ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഇനി ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച 2 ആ വരകളും കൂടെ ചേർത്ത് വരച്ചിട്ടുള്ള ആ ഒരു ഡയഗ്രമാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ സി ഈസ് ഈക്വൽ ടു 0 എന്ന് കാണാം. അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗ്രോത്ത് ഓഫ് കൺസംഷൻ ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെ കെ ഈസ് ഈക്വൽ ടു 0 കാണാം. അവിടെ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ 0 ആണ്. ഇനി ഇടതുവശത്തും വലതുവശമായിട്ട് മുകളിലോട്ടും താഴോട്ടും ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇടതുവശത്ത് സി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോഴത്തേക്ക് കൺസംഷൻ ഈസ് ഇൻക്രീസിങ് ആണ്. വലതുവശത്ത് സി ലെസ് ദാൻ 0 ആണ്. അപ്പോഴത്തേക്ക് കൺസംഷൻ ഈസ് ഡിക്രീസിങ് ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന 2 ചെറിയ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഡയറക്ഷൻ ആണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ കേട്ടോ. അതായത് കെ ലെസ് ദാൻ 0 എന്ന് പറയുമ്പം ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഡിക്രീസിങ് ആണ്. അത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഇടതോട്ട് ഉള്ള ആരോ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിക്രീസിങ് എന്നാണ്. അതിന് താഴെ വലതോട്ട് കൊടുത്തിരിക്കുന്ന ആരോ സൂചിപ്പിക്കുന്നത് കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഇൻക്രീസിങ് എന്നാണ് കാണിക്കുന്നത്. മുമ്പത്തെ സബ് ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചിരുന്നു.
ഇനി ഈ ഡയഗ്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സബ് ഡയഗ്രത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫേസ് ഡയഗ്രത്തിൽ നിന്ന് ആ സാഡിൽ പാത്ത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് കേട്ടോ. അതായത് അതിൽ നിങ്ങൾക്ക് ഇ എന്ന പോയിന്റ് കാണാം. അത് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയമാണ് കാണിക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരുന്നു, പെർ ക്യാപിറ്റ കൺസംഷൻ ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ പെർ ലേബർ. അതായത് പെർ ക്യാപിറ്റ കൺസംഷൻ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ പെർ ലേബറിന് ഈക്വൽ ആവുന്ന ഒരു അവസ്ഥയാണ് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം. അതാണ് ഇ എന്ന പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആരോ മാർക്കിൽ ആ ഏറ്റവും മുകളിൽ ഇത് വലതുവശത്ത് എഴുതിയേക്ക് നോക്കുക. അതായത് ആദ്യം കാണിക്കുന്ന ആ ഡയറക്ഷൻ കാണിക്കുന്നത് കൺസംഷൻ ഈസ് ഗ്രോയിങ്, ക്യാപിറ്റൽ ഈസ് ഷ്രിങ്കിങ് ആണ്. ഇങ്ങനൊരു ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ കൺസംഷൻ കൂടുകയും ക്യാപിറ്റൽ കുറയുകയുമാണെന്ന് ഓർക്കുക. രണ്ടാമത്തത് നോക്കുക. രണ്ടാമത്തത് ഇങ്ങനെ ഒരു ഡയറക്ഷനാണ് വരുന്നുണ്ടെങ്കിൽ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുക കൺസംഷൻ ആൻഡ് ക്യാപിറ്റൽ ആർ ഗ്രോയിങ് ആണ് ഈ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തേത് വരുമ്പോഴത്തേക്ക് കൺസംഷൻ ഈസ് ഷ്രിങ്കിങ്, ക്യാപിറ്റൽ ഈസ് ഗ്രോയിങ് എന്നാണ് കാണിക്കുന്നത്. ഈ നാലാമത്തെ ആ പൊസിഷനുള്ള ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് കൺസംഷൻ ആൻഡ് ക്യാപിറ്റൽ ഈസ് ഷ്രിങ്കിങ്, രണ്ടും കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ഇക്വേഷൻ വൈസ് നോക്കാം. അതിൽ വൈ ആക്സിൽ സി ഈസ് ഈക്വൽ ടു സി ബൈ എൽ ആണ് ഉള്ളത്. അതായത് എക്സ് ആക്സിൽ കെ ഈസ് ഈക്വൽ ടു കെ ബൈ എൽ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ആ വൈ ആക്സിന് പാരലായിട്ടുള്ള ആ ലൈൻ കാണിക്കുന്നത് ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 എന്നാണ് കാണിക്കുന്നത്. പിന്നെ മറ്റേ ആ കർവ്ഡ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ആ കർവ് കാണിക്കുന്നത് ഡി കെ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഇതേ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ആരോ മാർക്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ആ സാഡിൽ പാത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്കുള്ള ആ ഡയറക്ഷനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളും ഈ സബ് ഡയഗ്രത്തിൽ പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഫേസ് ഡയഗ്രം മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയമാണ് കാണിക്കുന്നത്. ഇതിൽ ക്യാപിറ്റലിൻ്റെ ഗ്രോത്ത് റേറ്റും കൺസംഷൻ്റെ ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവുന്ന പോയിന്റ്, അതുകൂടാതെ സാഡിൽ പാത്തും കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റിലാണ് ഇക്വിലിബ്രിയം വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് നീല ഡോട്ടഡ് ആരോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻസ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ നേരത്തെ സബ് ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ അപ്പോൾ താഴോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ എങ്കിൽ അത് ഡിക്രീസിങ് ആണ്, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ആണ് എന്ന് അനുമാനിക്കാം. ഇപ്പം വല സൈഡ് ഇൻവേർട്ടഡ് യു ഷേപ്പിൽ വരുന്ന റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന താഴോട്ടുള്ള ആ ഡോട്ടഡ് ആരോ കാണിക്കുന്ന നീല ഡോട്ടഡ് ആരോ കാണിക്കുന്നത് ക്യാപിറ്റലിൻ്റെ ഗ്രോത്ത് റേറ്റ് ഡിക്രീസിങ് എന്നാണ്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. മറ്റ് ആരോസും നിങ്ങൾക്ക് ഡയറക്ഷൻ വെച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.